ചന്ദ്രനിൽ മനുഷ്യൻ താമസിക്കുന്ന കാലം വിദൂരമല്ല. ഭാവിയിൽ ചന്ദ്രനിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മനുഷ്യവാസവും ശാസ്ത്രത്തിന്റെ മുന്നേറ്റവുമെല്ലാം പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടുകയാണ് വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിനികളായ പ്രിൻഷ പ്രിയേഷും മാളവിക വിനോദും സ്റ്റിൽ മോഡൽ വിഭാഗത്തിൽ എത്തിയത് മൂൺ വില്ലേജുമായാണ്. മനുഷ്യന് ചന്ദ്രനിൽ ദീർഘകാലത്തേക്ക് താമസിക്കാനാവശ്യമായ സംവിധാനങ്ങളുടെ ആവിഷ്കാരമാണ് മൂൺ വില്ലേജ്. ഭാവിയിൽ ചന്ദ്രനിലെ മനുഷ്യവാസവും ജീവിതവുമെല്ലാം ഇതിലൂടെ തുറന്നു കാട്ടുന്നു. നമ്മൾ ഈ മാതൃകയോടെ ആവിഷ്കരിക്കുന്നത് മനുഷ്യന് ചന്ദ്രനിൽ ദീർഘകാലത്തേക്ക് താമസിക്കാനുള്ള ആശയമാണ് ഈ മൂൺ വില്ലേജിലൂടെ ആവിഷ്കരിക്കുന്നത്. അതായത് ചന്ദ്രനിൽ ഓക്സിജൻ ഇല്ല, അപ്പം ചന്ദ്രനിലെ മണ്ണിൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഓക്സിജൻ സെപ്പറേറ്റർ യൂസ് ചെയ്ത് ആ ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ വാട്ടർ പ്രൊഡക്ഷൻ പ്ലാന്റ്, അതായത് ചന്ദ്രനിൽ വേർതിരിക്കുന്ന ഓക്സിജനും പിന്നെ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന ഹൈഡ്രജനും കൂടി ചേർത്തിട്ട് വെള്ളം ഉണ്ടാക്കും. അതുപോലെ തന്നെ കൺട്രോൾ സ്റ്റേഷൻ ഉണ്ട്, അതായത് ഭൂമിയായിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പാൻഡബിൾ ലിവിങ് മൊഡ്യൂൾ, അതായത് മനുഷ്യന്മാർക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ സ്പേസ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നവർക്ക് ഒരു ഷെൽട്ടർ കൂടിയായിട്ടാണ് എക്സ്പാൻഡബിൾ ലിവിങ് മൊഡ്യൂൾ അടയുന്നത്. മനുഷ്യന് താമസിക്കാനുള്ള ലിവിംഗ് മൊഡ്യൂൾ, ഓക്സിജൻ സെപ്പറേറ്റർ, ഭൂമിയും ചന്ദ്രനുമായി ബന്ധിപ്പിക്കുന്ന കൺട്രോൾ സ്റ്റേഷൻ, സ്പേസ് സെന്റർ, സോളാർ പവർ പ്ലാന്റ് എന്നിവയെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ താമസിക്കുന്ന കാലം വിദൂരമല്ലെന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥിനികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.